ഹേ സിനിമ ഫയൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കാന്ത എന്ന ദുൽഖറിൻ്റെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ ഈ മാസം 6-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. ടൈം വന്നിട്ടില്ല. സിനിമ റിലീസ് ചെയ്യാൻ പോണത് തിയേറ്ററിൽ നവംബർ 14-ാം തീയതിയാണ്. ഓൾറെഡി കഴിഞ്ഞ മാസം റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു. പക്ഷേ ലോകയുടെ സക്സസിൻ്റെ ഒരു ഇത് കാരണം മാറ്റി വയ്ക്കേണ്ടി വന്നു. എന്തായാലും അപ്പോൾ നമുക്ക് ഈ കാന്ത എന്ന ദുൽഖറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം ആനിമേഷൻ്റെ ഒക്കെ കാലമാണല്ലോ. അപ്പോൾ നമ്മുടെ ബാഹുബലിയുടെ ഇത് എറ്റേണൽ വാർ എന്ന ഒരു ആനിമേഷൻ ചിത്രം 2026 റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാഹുബലി ഇത് എപ്പിക് എന്ന സിനിമയുടെ ലാസ്റ്റായിട്ട് ഈ ഒരു സിനിമയുടെ ഒരു ട്രെയിലറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും നല്ല ഈ കിടിലൻ ആനിമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതും ഒരു 2 പാർട്ട് ഉണ്ടെന്നാണ് കേട്ടത്. ഇതിൻ്റെ ബഡ്ജറ്റ് എന്തോ 125 കോടി സംതിങ് എന്തോ ആണ്. എന്തായാലും നമുക്ക് ബാഹുബലി ഇത് എറ്റേണൽ വാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രദീപ് രംഗനാഥനും നമ്മുടെ മമിത ബൈജുവൊക്കെ അഭിനയിച്ച സിനിമയാണല്ലോ ഡ്യൂഡ്. അപ്പോൾ സിനിമ അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള സിനിമയാണ്. സിനിമയുടെ റിലീസ് തീയതി ഏകദേശം നമ്മുടെ നവംബർ 14-ാം തീയതിയാണ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും എസ്റ്റിമേറ്റഡ് ഡേറ്റ് ആണ്. മിക്കവാറും നവംബർ 14-ാം തീയതി തന്നെയാണ് കൂടുതലും വരാൻ ചാൻസ്. എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 100 മാൻ എന്ന ഈ ആമസോൺ പ്രൈമിലെ ഈ സീരീസിൻ്റെ അടുത്ത സീസൺ ഈ നവംബർ മാസം 21-ാം തീയതി റിലീസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും സീരീസിൻ്റെ ഈ പുതിയ സീസണിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നവംബർ മാസം നമ്മുടെ മനോരമ മാക്സിലൂടെ കപ്ലിംഗ് എന്നൊരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. നവംബർ 14-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ പെപ്പെ കീർത്തി സുരേഷിൻ്റെ രണ്ടുപേരും അഭിനയിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു അപ്ഡേറ്റ് നാളെ നവംബർ 5-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിനിമാ വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകളും OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.